പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഫോട്ടോയിൽ ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ലേസാണിത്. അപ്പോൾ കുർത്തി ചെയ്യാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലേസിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു ക്ലോത്തിൻ്റെ പീസും കൂടി ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. ഈ ഒരു ക്ലോത്തിന് 14 ഇഞ്ച് ലെങ്ത്തും അതുപോലെ 9 ഇഞ്ച് വിഡ്ത്തുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്ലോത്തിൻ്റെ സൈഡിലായിട്ട് ഞാൻ 1/2 ഇഞ്ച് വരുന്ന രീതിയിൽ ഒരു മാർജിൻ വരച്ചിട്ടുണ്ട്. ആ ഭാഗം നമുക്ക് ഇതുപോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് 3 സൈഡിൽ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ ഈ ലേസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം അതിന് വേണ്ട ലെങ്ത്തിനേക്കാളും ഒരു 1/2 ഇഞ്ച് കൂടുതൽ എടുക്കുക. താഴെ നമുക്കത് മടക്കിയിട്ട് ഉള്ളിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതേപോലെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് താഴത്ത് ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക വേണ്ടു. ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് 2 പീസും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ താഴത്തെ ഭാഗത്ത് ജസ്റ്റ് ഉള്ളിലോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിലേ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ മറ്റേ പീസും ചെയ്യുക. ഈ ലേസിനകത്തുള്ള മിറേഴ്സ് ഒട്ടും കട്ടിയുള്ള മിററല്ല, തിന്നായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലത്തതാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ഈ മിററുള്ള ലേസ് തന്നെ കിട്ടിയില്ലെങ്കിൽ നല്ല വിട്ടുള്ള വേറെ ലേസും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഈ കുർത്തിയുടെ ഫ്രണ്ട് പോർഷനിൽ ഇത് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഇനി ഇതിൽ ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 6.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു 1/2 ഇഞ്ചിൽ ഞാൻ ഒരു മാർക്കിങ്ങും കൂടി കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ തൊട്ട് താഴത്തെ ആ യോക്ക് പോർഷനിലായിട്ടാണ് ഞാനിപ്പോൾ ചെയ്ത ഈ ഡിസൈൻ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അതിൻ്റെ നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴത്തോട്ടേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഈ ക്ലോത്തിൻ്റെ സെൻറ്ററും കൂടി ഇതുപോലെ മടക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 2 ക്ലോത്തിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം അത് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാനത് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്കൂടി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സെൻറ്ററിൽ കൂടിയും കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ട് അത് 2ആയി മടക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ മേലെ ഒരു ചെറിയ മാർജിൻ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് വരുന്നത്. അതും ഇവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തോട്ടേക്ക് നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ചിലും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ 2 പോയിൻറ്റും കൂടി യോജിപ്പിച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് ഡിസൈൻ ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി ഞാൻ ഇന്ന് വേറൊരു രീതിയിലുള്ള നെക്കാണ് ചെയ്യുന്നത്. ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള നെക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതൊരു ക്ലോത്തിൽ അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽ ആവശ്യമില്ലാത്ത ക്ലോത്തെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഒരു മാർജിൻ മാത്രം കുറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആ ഷേപ്പിൽ തന്നെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക്
നമുക്കിതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പേപ്പറൊക്കെ ഒട്ടിക്കുന്ന ഗമ്മാണ്, ഗ്ലൂ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഞാനിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് 3 സൈഡും. ഇനി ഒട്ടിക്കണം എന്നില്ല, സ്റ്റിച്ച് ചെയ്താലും മതി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഡിസൈനെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റിച്ച് അയച്ചു മാറ്റിയാലും മതി. അതിനേക്കാൾ ഈസി ഈ മെത്തേഡാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ പീസിലാണ് ആ നെക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഇതിൽ ആ മെറൂൺ കളർ ബോർഡർ കാണുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ റെഡിയാക്കി വെച്ച ആ ക്ലോത്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്നും നമ്മൾ തിരിച്ചിട്ടിട്ട് 2 ക്ലോത്തിൻ്റെയും സെൻറ്റർ യോജിക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. ഇത് വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് വെച്ചിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച പീസിൻ്റെ നല്ല വശവും നമ്മളെ കുർത്തി പീസിൻ്റെ ബാക്ക് സൈഡും ചേരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഞാനൊന്ന് പിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാണുന്ന മാർക്കിങ്ങിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി നമുക്കത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ കൊടുത്ത സ്റ്റിച്ചിലൊന്നും തട്ടരുത്. സ്റ്റിച്ചിൽ തട്ടാതെ വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കോർണറിലും സൈഡിലൊക്കെ സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയൊരു കട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് തിരിച്ചിടാൻ ഈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഫ്രണ്ടിലോട്ടേക്ക് തിരിച്ചിടുന്നുണ്ട്. തിരിച്ചിട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം, ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഒരു ബട്ടൺസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 3 ബട്ടണും കൂടി ഞാൻ അവിടെ തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കുർത്തിയുടെ ഫൈനൽ ലുക്കാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.